ജമ്മുകാശ്മീരിലെ സാംബയിലും രജൌരി അഗ്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വീണ്ടും പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ട്. പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. വ്യോമാതിർത്തി ലംഘിച്ച പാക് ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അമൃത്സർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ ബ്ലാക്ക് ഔട്ടാണ്. ഡൽഹി അമൃത്സർ വിമാനം ഇൻഡിഗോ വിമാനം ഡൽഹിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. ജമ്മുകാശ്മീരിലെ സാംബയിലും രജൌരി അഗ്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും വീണ്ടും പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ട്. പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വ്യോമാതിർത്തി ലംഘിച്ച പാക് ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അമൃത്സർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ ബ്ലാക്ക് ഔട്ടാണ്. ഡൽഹി അമൃത്സർ ഇൻഡിഗോ വിമാനം ഡൽഹിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. DGMO തലത്തിൽ ഒരുതല യോഗത്തിൽ ഒരിക്കൽ കൂടി ധാരണയായിരുന്നു വെടിനിർത്തൽ. അത് ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതിശക്തമായ താക്കീത് തന്നെയാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇനി പ്രകോപനം തുടർന്നാൽ വെച്ചുപൊറുപ്പിക്കില്ല. ആ താക്കീത് നിലനിൽക്കെ തന്നെയാണ് പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അതിനെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ്, അതിശക്തമായ തിരിച്ചടി തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തന്നെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ നിർവീര്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഭാരതത്തിന്റെ സൈന്യം. ജമ്മുകാശ്മീരിലെ സാംബയിലും രജൌരി അഗ്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് വീണ്ടും പാകിസ്ഥാൻ ഡ്രോണുകൾ വർഷിച്ചത്. ഈ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു. പ്രദേശത്തെ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സമാനമായി രാത്രിയുടെ മറപറ്റി പാകിസ്ഥാൻ വീണ്ടും അതിക്രമം തുടരുകയാണ്, പ്രകോപനം തുടരുകയാണ്, ആക്രമണം തുടരുകയാണ്. തിരിച്ചടി അതിശക്തം, അതിരൂക്ഷമായ തിരിച്ചടി തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൃത്സർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി അമൃത്സർ വിമാനം ഇൻഡിഗോ വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. അങ്ങനെ അതീവ ജാഗ്രതയിലാണ് രാജ്യം. അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രതയിൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. കനത്ത നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിലെമ്പാടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ, കനത്ത നാശനഷ്ടങ്ങൾ ഭാരതത്തിന്റെ ബ്രഹ്മോസ് അടക്കം വിതച്ച സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിച്ച പാകിസ്ഥാനാണ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എത്ര കിട്ടിയാലും മതിവരാത്ത, എത്ര കണ്ടാലും കൊണ്ടാലും പാഠം പഠിക്കാത്ത പാകിസ്ഥാനതാ വീണ്ടും വീണ്ടും അതിർത്തികൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനം തുടരുന്നു. അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കി നിൽക്കില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൈന്യവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം വ്യക്തമാക്കിയതാണ്. പ്രകോപനം ഇനി ആവർത്തിക്കരുത്. പ്രകോപനം ആവർത്തിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള താക്കീത് നിലനിൽക്കെ തന്നെയാണ് പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണരാജ് ചേരുകയാണ്. കൃഷ്ണരാജ്, ഇവിടെ ജമ്മുകാശ്മീരിലെ സാംബയിലും രജൌരി അഗ്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് വീണ്ടും പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. പ്രദേശത്തെ അതീവ ജാഗ്രതാ നിർദ്ദേശവുമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് സൈന്യം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിക്കുകയാണ് പാകിസ്ഥാൻ.
അല്പം മുമ്പാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താണ് പാകിസ്ഥാന് സംഭവിച്ചത് എന്ന് കൃത്യമായി വിശദീകരിച്ചത്. പാകിസ്ഥാന് വലിയ നാശമാണ് ഭാരത സൈന്യം വിതച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. സൈന്യവും നേരത്തെ വാർത്താസമ്മേളനം നടത്തി തെളിവുകൾ ചെയ്ത കാര്യങ്ങളിലെല്ലാം പുറത്തുവിട്ടിരുന്നു. അവരുടെ ആണവായുധം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വ്യോമത്താവളത്തിന് സമീപത്ത് വരെ മിസൈൽ വർഷിക്കാൻ ഭാരതത്തിനായി എന്ന് സൈന്യം വ്യക്തമാക്കിയതാണ്. ഇനിയും എന്തെങ്കിലും ചർച്ചകൾ പാകിസ്ഥാനുമായി ഉണ്ടെങ്കിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഭീകരതയാണ്, രണ്ടാമത് പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ചാണ് എന്ന് പ്രധാനമന്ത്രി അല്പം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ജമ്മുവിലെ സാംബ മേഖലയിൽ ഡ്രോൺ സാന്നിധ്യം എന്ന വാർത്ത പുറത്തുവന്നത്. കത്വയിലും ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി വാർത്തകൾ വരുന്നു. ഇതെല്ലാം വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഭാരതം മറികടന്നു എന്നത് പറയുന്നു.